ഫ്രണ്ട്സ്, അപ്പോൾ അതേണ്ടേ നമ്മൾ കുറച്ച് ചക്കക്കുരു നൈസായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതധികം വിളഞ്ഞ ചക്കയുടെ ചക്കക്കുരുവല്ല. പിന്നെ നമ്മൾ അതിനായിട്ട് വേണ്ടേ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ വേണ്ടേ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മൾ ചക്കക്കുരു തോരൻ വെക്കാൻ വേണ്ടി പാത്രമൊക്കെ വെച്ച് കൊടുത്ത് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില, ചെറിയ 2 സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്നിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി അങ്ങിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചതച്ച് വെച്ച തേങ്ങയൊക്കെ അങ്ങിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൊട്ട് ചക്കക്കുരു അല്ലേ, അപ്പം നമുക്ക് അത് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഇത് വെള്ളയ്ക്ക് വെക്കാൻ ചില്ലി എടുത്തതാണേ. അപ്പോൾ ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഓക്കെ, അടച്ചു കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേവിക്കണം. നമ്മുടെ ചക്കക്കുരു വെന്തോന്ന് നോക്കാം. വെന്തിട്ടില്ല, കുറച്ച് നേരം കൂടെ അടച്ചു കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു തോരൻ വെന്തോന്ന് നോക്കാം. അപ്പോൾ കുറച്ച് നേരമായി വെച്ചിട്ട് കേട്ടോ. ഇത് പൊട്ട് ചക്കക്കുരു ആയതുകൊണ്ട് നല്ല വേവുണ്ട്. ഓക്കെ, വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വരെ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.